അനുഭവിച്ചറിയാം. പൾസ് ഇവിടെ തൊട്ടുപോയി എല്ലാവരും. എന്നിട്ട് നമ്മളെ ശ്വാസവും ഒന്ന് അനുഭവിച്ചറിയാം. ഈ പൾസിനേക്കാളും ശ്വാസത്തെക്കാളും നമ്മോട് അടുത്ത ഒരാളുണ്ട്. ആരാണത്? ആരാണ്? പഠിച്ചോനല്ലേ? പഠിച്ചോൻ. ഈ പഠിച്ചോനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പഠിച്ചോനെ അനുഭവിക്കില്ല. പഠിച്ചോനെ അനുഭവിക്കുന്ന എപ്പോഴാണെന്നറിയോ? ഏതെങ്കിലും ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകുമ്പോൾ. നമ്മളിപ്പോൾ ഏതൊരു എന്ത് ചെല്ലുമ്പോഴും നമ്മൾ ചെല്ലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താ? പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ അല്ലെ ദൈവത്തിൻ്റെ നാമത്തിൽ നിന്നാണ്. അപ്പോൾ ഈ കാരുണ്യവും ഈ കരുണാനിധി ഇതൊക്കെ തന്നെയാണ് മതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞത്. കാരുണ്യം തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രഭാഷണത്തിൽ ഞാൻ കേട്ടു, പടച്ചോൻ ലോകത്തെല്ലാവരോടും കാരുണ്യമുള്ള ആളാണ്, ജാതി മത ഭേദമന്യേ. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ ഒരാളോട് മാത്രമാണോ പഠിച്ചോൻ കാരുണ്യം? അല്ല. കാരണം മനുഷ്യൻ ഇവിടെ ഉണ്ടായിട്ട് വലിയ സമയമൊന്നും ആയിട്ടില്ല. മനുഷ്യനുണ്ടായിട്ട് എത്ര ആയിട്ടുണ്ടാവും സമയം?